അപ്പോ ഇതെല്ലാം അനുഭവിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഇപ്പോഴും ഞാൻ നയം വ്യക്തമാക്കിയിട്ടില്ല, മനസ്സിലായില്ലേ? കാല് പിടിക്കുമ്പോ മുഖത്ത് ചവിട്ടുക എന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ ഈ കാല് പിടിക്കാനില്ല. ഞാൻ ഈ കാല് പിടിച്ചിരുന്ന കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയാ. എനിക്ക് ഒരു അധികാരവും വേണ്ട. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ ഒരു തെറ്റിദ്ധാരണ. എന്താ പറയുക, ചില ആളുകളുടെ ധാരണ കത്രികപ്പൂട്ട് എന്ന് പറയും നമ്മളെ പണ്ടത്തെ ആളുകൾ. ഇങ്ങനെ കുടിക്കിയാൽ, ഇവിടെ പിണറായി ആണല്ലോ, അപ്പൊ ഇവിടുന്ന് ഒരു ഇതാണ് കത്രികപ്പൂട്ട്. ഈ കത്രികപ്പൂട്ടിൽ ഇട്ടിട്ട് ഇങ്ങനെ ആക്കിയാൽ ആരായാലും എന്തെങ്കിലും പറയല്ലോ, സഹായിക്കും പറയണോ? അങ്ങനെ വിചാരിക്കേണ്ടവര് PV അൻവർ ഈ മനുഷ്യനെ ഞാൻ ഭൂമിയിലിരിക്കാനാ ഉദ്ദേശിക്കുന്നത്. ഉയർന്ന പീഠത്തിൽ ഇരിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. ആ പീഠത്തിന് ചവിട്ട് കൊടുത്ത് ഇറങ്ങിപ്പോന്നാണ് ഞാൻ, അല്ലേ? നിലമ്പൂരിലെ ജനങ്ങൾക്കറിയാലോ, കേരളത്തിലെ ജനങ്ങൾക്കറിയാലോ. ഞാൻ ഈ പറയുന്ന ആശയത്തിന്റെ പിന്നിൽ ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അവരെ നിങ്ങൾ കാണൂല. അവരെ പോളിംഗ് ബൂത്തിൽ എത്തുമ്പോഴേ കാണുള്ളൂ. അവർ പ്രാർത്ഥനയിൽ അവർക്ക് മിണ്ടാൻ കഴിയില്ല. കാരണം അവര് ആശ്രിതരാണ്. ജീവിതത്തിന്റെ രണ്ടാം അറ്റം മുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന പാവപ്പെട്ട മനുഷ്യരാണ്. അതിലെല്ലാ ജാതിയും എല്ലാ മതവും എല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ട്. അവരുടെ പ്രാർത്ഥനയും എന്താ പറയാ, അവരുടെ മാനസിക സപ്പോർട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഈ ഗവൺമെന്റിനെതിരെ വസ്തുനിഷ്ഠമായിട്ട് ഇത്രയും കാര്യങ്ങൾ ജനങ്ങളെ മുന്നിൽ ബോധ്യപ്പെടുത്താൻ ആർക്കാ സാധിച്ചിട്ടുള്ളത്? നിങ്ങൾക്കൊന്ന് സത്യസന്ധമായ ആലോചിക്ക്. ഇവിടെ ഇപ്പൊ ഇന്ന് ചർച്ച ചെയ്യപ്പെടുന്ന പിണറായി സമടക്കം മിനിഞ്ഞാന്ന് ഞാൻ പത്രസമ്മേളനം നടത്തിയല്ലോ. നാഷണൽ ഹൈവേ കേരളത്തിൽ ഇന്ത്യയിലെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നാഷണൽ ഹൈവേക്ക് പൈസ കൊടുത്തത് ഞങ്ങളൊരു ഗവൺമെന്റാ എന്ന് പറഞ്ഞാണ് നിരന്തരമായി ഇവിടെ വാദം നടത്തി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. മിനിയാന്ന് ആ കടലാസ് ഞാൻ തരുമ്പോഴല്ലേ കേരളത്തിലെ ഇന്ത്യയിലെ 13 സംസ്ഥാനങ്ങൾ 50%, 100% കൊടുത്തു തരണം. ഈ പറയുന്ന ഉത്തരവാദിത്തപ്പെട്ടവരൊക്കെ ഒരു കടലാസ് ഇട്ട് വന്ന ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ. ഈ സർക്കാരിന്റെ മോശപ്പെട്ട എല്ലാ പ്രവർത്തികളും എന്ത് മോശപ്പെട്ടത് എന്താണെന്ന് പറയണ്ടേ? ഇവിടെ പ്രോഗ്രസ് റിപ്പോർട്ട് ഇറക്കി. ആരാ കൗണ്ടർ ചെയ്തത്? എന്തെല്ലാം കൗണ്ടർ ചെയ്യാൻ അതിലുണ്ട്? ഇതിനൊന്നും ആർക്കും സമയമില്ല. എല്ലാ തീരുമാനത്തിന്റെ അടിസ്ഥാനം വേറെയാണ്. ഞാൻ ഇപ്പൊ പറയുന്നില്ല, പറയേണ്ട ഘട്ടം വരും. അപ്പൊ ഇനി ഞാൻ എന്ത് ചെയ്യണം? കേരളത്തിൽ ജനങ്ങൾ പറയട്ടെ.